കാബേജ് 35 കിലോ, ക്യാരറ്റ് 30 കിലോ, വെള്ളരിക്ക 25 കിലോ, ഉള്ളി 20 കിലോ. ഒരു പച്ചക്കറി ചന്തയിൽ ഉള്ളതിനെക്കാട്ടിലും സാധനങ്ങൾ ഉണ്ടല്ലോ ഇതില്. എല്ലാം വിളഞ്ഞ് റെഡിയാവുമ്പോ എങ്ങനെയാ? എന്റെ ഫാമിലോട്ട് ലോറി അയക്കോ അതോ അതും എനിക്ക് സ്വന്തമായിട്ടുണ്ടോ? അയ്യോ മോളെ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. പറയുമ്പോ ഒരു സ്റ്റൈൽ ഇരിക്കട്ടെ എന്ന് കരുതി അങ്ങ് പറഞ്ഞു പോയതാ. അതിന്റെ പേരിൽ ഒരു കല്യാണ സദ്യക്കുള്ള പച്ചക്കറി എടുത്ത് പെടലിക്ക് വെച്ച് വരുമെന്ന് ഈശ്വരനാണ് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും മോളത് മാറ്റി പറയാഞ്ഞത് നന്നായി, അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റാതായനെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ആരെയും വിളിക്കാനും പോകുന്നില്ല, ഒന്നും സംസാരിക്കാനും പോകുന്നില്ല. അവനവൻ കുഴിച്ച കുഴികള് അവനവൻ തന്നെ അങ്ങ് മൂടിയാ മതി. അയ്യോ, ഇനിയിപ്പൊ ഞാൻ എന്തോന്ന് അവിടെ ചെന്ന് പറയും? ഭൂകമ്പത്തിലെ ഫാം 2 പിളർന്നു പോയിന്ന് പറ. അല്ലെങ്കിൽ പിന്നെ നമ്പൂതിരി പറഞ്ഞ പോലെ പരിഗണിച്ചാ പോരെ? എന്ത്? അല്ല, പരിഗണിച്ചാ പച്ചക്കറികൾ തഴച്ചു വളരുമെന്നല്ലേ അങ്ങേര് പറഞ്ഞത്? പരാഗണം എന്താന്ന് വല്ല നിശ്ചയുണ്ടോ? ഇല്ല. എന്നാലേ എനിക്കും നിശ്ചയില്ല. അങ്ങോട്ട് പിടിക്ക. മോള് വാ, ഇതിന് പറ്റിയ ഒരാൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ ഇത്രയും പച്ചക്കറികളാണ് വേണ്ടത്. ഇതൊന്നും ഒരു ഓർഡറേ അല്ല സിസ്റ്ററെ. ഈ പറയുന്ന ഡേറ്റിന് സിസ്റ്റർ ഇങ്ങ് വന്നാൽ മതി, സംഗതി റെഡിയായിരിക്കും. അന്നത്തെ മാർക്കറ്റ് വിലയ്ക്ക് സാധനം ഞാൻ തരാം. കൊണ്ടുപോകാനുള്ള വണ്ടിയും ഞാൻ ഏർപ്പാട് ചെയ്യാം. ഒരു ഉറപ്പിനായിട്ട് വേണേൽ 4-5 ദിവസം മുമ്പേ അങ്ങ് എത്തിക്കാം. അപ്പൊ പിന്നെ റിസ്ക് ഇല്ലല്ലോ. പക്ഷെ അത്രയും നേരത്തെ എത്തിച്ച എല്ലാം കേടായി പോയാലോ? 10 ദിവസമായിട്ട് ഇവിടെ ഇരിക്കുന്ന സാധനമാ. ഇനി വേണേലിരിക്കും ഇതുപോലെ ഒരാഴ്ച. കേരളത്തിൽ ഒരു പച്ചക്കറിയും കേടാവില്ല സിസ്റ്ററെ. ഒറ്റ കാര്യമുള്ളു ബെന്നിച്ച, ഇത് നമുക്കിടയിൽ തന്നെ നിൽക്കണം. മരുന്നടിക്കാത്ത പച്ചക്കറി വേണോന്നാ അവര് പറഞ്ഞിരിക്കുന്നത്. അതിന് നമുക്ക് കുറച്ച് മണ്ണും ചെളിയും പൊടിയൊക്കെ തേച്ചങ്ങ് കൊടുത്താ പോരെ? ജൈവമാണെന്നേ തോന്നത്തുള്ളൂ. പിന്നെ ഈച്ച വന്നിരിക്കാനുള്ള മരുന്നും അടിച്ചേക്കാം. അപ്പൊ പിന്നെ ഫ്രഷ് ആണെന്നുള്ളതിനെ പറ്റി സംശയം ഉണ്ടാവില്ലല്ലോ. അല്ല, ഫ്രഷ് സാധനം തന്നെ വേണം. ഈ കാണുന്ന പോലെ പഴുത്തു തുടുത്തു വരണമെങ്കിൽ അത്യാവശ്യം ചില വേലകളൊക്കെ കാണിക്കേണ്ടി വരും സിസ്റ്ററെ. വിത്തിടുമ്പോഴേ അവന്മാരത് അവിടെ ചെയ്യും, തമിഴ്നാട്ടിലെ. പിന്നെ ലോറി കയറ്റുന്നതിന് മുമ്പ് ബെൻലേറ്റിലോ മറ്റോ ഒന്ന് മുക്കിപ്പൊക്കി എടുക്കുകയും കൂടെ ചെയ്താൽ സംഗതി സേഫായിട്ട് ഇവിടെ ഇരുന്നോളും. അതിന്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ ചില പൊടി കൈകളും. പക്ഷെ ഇതൊക്കെ ശരീരത്തിന് ചീത്തയല്ലേ എന്ന് ചോദിച്ച പറയുന്ന നേരത്ത് കായ്ക്കുകയും കേടാകാതിരിക്കുകയും ഒക്കെ വേണ്ടേ? അല്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് നിൽക്കുന്ന ഞങ്ങൾക്കൊക്കെ എന്താ ലാഭം? പച്ചക്കറിയാണോ, അതിൽ ഫ്യൂറിഡാനും ഫോറേറ്റും ഒക്കെ കാണും. അതിൽ കുറച്ച് കാർബൈഡ് പോയി പെട്ടെന്ന് പഴുക്കട്ടെ. ഈ സാധനമൊക്കെ തേച്ചത് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ എപ്പോ ആള് വടിയായെന്ന് ചോദിച്ചാൽ മതി. നിങ്ങളുടെ കുട്ടികൾക്ക് ഇത് തന്നെയാണോ കൊടുക്കുന്നത്? അല്ലല്ല, വീട്ടിലാവശ്യത്തിന് നമുക്ക് വേറെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരാര് CBI? എവിടെ പോയാലും ഇതുപോലത്തെ തന്നെ കിട്ടാൻ പോണത്. ഒരു ചെറിയ കള്ളത്തരം ഇല്ലാതെ കച്ചവടം ഉണ്ടോ മോളെ? എനിക്കറിയില്ല. പക്ഷെ ഇനി ഉണ്ടെങ്കിൽ അത് കാണിക്കേണ്ടത് മനുഷ്യർക്ക് വിളമ്പുന്ന ഭക്ഷണത്തിലല്ല. അയ്യോ, ഈ പറഞ്ഞതുപോലുള്ള കുഴപ്പമൊന്നും ഇല്ല മോളെ. എന്റെ വീട്ടിലും വെപ്പും തീനും ഒക്കെ ഉണ്ടായിരുന്നപ്പോ ഞാനും ഇവിടെ നിന്നൊക്കെ തന്നെയാണ് മേടിച്ചോണ്ടിരുന്നത്. ഇനി എന്നാ ആശുപത്രി പോണെന്ന് പറഞ്ഞത്?